Good morning, everyone. Yes, good morning. All of you stand up. Yes, stand up. Then sit down. Sit down. Again, stand up. Again, sit down. Very good. അപ്പം ഇന്നലെ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? Yesterday, what we had studied? Yesterday we studied about standing line, sleeping line, slanting line, right and left slanting line. Yes. So, yesterday we studied about that. അപ്പോൾ ഇന്ന് മിസ് ഒരു കഥ പറയാം. A story. Okay? Okay. So, we are going to tell a story. Okay. ഇതിനകത്തുനിന്ന് നിങ്ങൾ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുമോ? പിടിക്കും. ഓക്കെ. സോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കഥ പറഞ്ഞു തുടങ്ങാതെ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ. സോ എന്താണ്, ഒരു ബോയ് ഉണ്ടായിരുന്നു. ഒരു ബോയുടെ പേരെന്താ? ആഡം. യെസ്, there is a boy whose name is ആഡം. ആഡം എന്ന് പേരുള്ള ഒരു ബോയ് ഉണ്ടായിരുന്നു. അവൻ രാവിലെ എണീറ്റ്, എന്തിനാ? സ്കൂളിൽ പോകാൻ വേണ്ടി എണീറ്റു. He wake up early morning, then he had his breakfast. എന്താ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ചേ? Yes, he had his apple. Here is apple. ഈ ആപ്പിൾ ആണ് ആഡം ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ചത്. കൊള്ളാല്ലേ? നിങ്ങൾക്ക് ആപ്പിൾ ഇഷ്ടമാണോ? You like apple? Very good. So ആഡം കഴിച്ചത് ആപ്പിൾ ആണ്. And after that അവൻ സ്കൂളിൽ പോകാൻ ഒരുങ്ങി. റെഡിയായിട്ട് അവൻ സ്കൂളിൽ എങ്ങനെയാ പോയെന്നറിയോ? എയ്റോപ്ലെയിനില്. ഹൗ ലക്കി അല്ലേ? ആഡം സ്കൂളിൽ പോകുന്നത് എയ്റോപ്ലെയിനാണ്. ഈ എയ്റോപ്ലെയിനാണ് ആഡം സ്കൂളിൽ പോകുന്നത്. നിങ്ങൾ എങ്ങനെയാ സ്കൂളിലേക്ക് വരുന്നത്? ഓർ നിങ്ങൾ വീട്ടിൽ നിന്ന് എങ്ങനെയാ ഷോപ്പിലൊക്കെ പോകുന്നത്? കാർ, ബസ്, ഓട്ടോ. യെസ്. സോ ആഡം സ്കൂളിൽ പോകുന്ന എയ്റോപ്ലെയിനിലായിരുന്നു. സോ ലക്കി ഗായ് അല്ലേ? യെസ്, ആഡം എയ്റോപ്ലെയിനിൽ സ്കൂളിൽ പോയി. അങ്ങനെ സ്കൂളിലെത്തി. സ്കൂളിലെത്തി എയ്റോപ്ലെയിനിൽ നിന്ന് ഇറങ്ങി. ഓക്കെ. Then he get out from the aeroplane. Then he went to his classroom. ക്ലാസ്റൂമിലോട്ട് ആഡം പോവാ കേട്ടോ. അപ്പം he saw an arrow mark. ക്ലാസ്സിലോട്ട് പോകാനുള്ള വഴി ആരോ മാർക്ക്. ഹി സോ ആൻ ആരോ മാർക്ക്. ദിസ് ആരോ മാർക്ക് ഹി സോ ടു ദ ക്ലാസ് റൂം. ആരോ മാർക്ക് കണ്ടു, പോകാൻ വേണ്ടി കണ്ടു. ദെൻ ഹി വെന്റ് ടു ക്ലാസ് റൂം. ഓക്കെ, ഹി വെന്റ് ടു ക്ലാസ് റൂം. ത്രൂ ദ വേ ഹി സോ ആൻ ആൻഡ്. ഒരു ഉറുമ്പിനെ കണ്ടു. ദീസ് ആൻഡ് ഉറുമ്പ് എന്താ ചെയ്യാ? കടിക്കുമോ? കൊച്ചിൻ്റെ കയ്യെ കടിച്ചോ? ആ ഉറുമ്പിനെ ആഡം കണ്ടു. സോ നമ്മൾ എന്തൊക്കെയാ കണ്ടത്? നമ്മളല്ല, ആഡം. നമ്മൾ കണ്ട പോലെ തന്നെ നമ്മൾ ആഡത്തെ കണ്ടു. ദെൻ വാട്ട്? ആഡം ആപ്പിൾ കഴിച്ചു. എയ്റോപ്ലെയിനിൽ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോയി. ദെൻ വാട്ട് ഹാപ്പൻഡ്? ഒരു ആരോ മാർക്ക് കണ്ടു സ്കൂളിലോട്ട് പോകാനുള്ളത്. Then what he saw? He saw an ant. ഒരു കുഞ്ഞു ഉറുമ്പിനെ കണ്ടു. Okay. And place this Adam, apple, aeroplane, arrow, then what? Ant. ഈ വേർഡ്സിൽ നിങ്ങൾ ഫസ്റ്റ് ലെറ്റർ എന്താ? എല്ലാത്തിലും ഫസ്റ്റ് ലെറ്റർ എന്താ? ഇറ്റ്സ് എ. എയ്റോപ്ലെയിനിൽ എ ഉണ്ട്, ആപ്പിളിൽ എ ഉണ്ട്, ആഡം ആൻഡ് ആരോ എല്ലാത്തിലും എ ഉണ്ട്. സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ലെറ്റർ എ. യെസ്, വെരി ഗുഡ്. നമ്മൾ ഇന്ന് ലെറ്റർ എ ആണ് പഠിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതിന് മുന്നേ എ എഴുതിയിട്ടോ കണ്ടിട്ടോ ഒക്കെ ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പം എ എങ്ങനെയായിരിക്കണേന്ന് മിസ് കാണിക്കട്ടെ. Yes. This is mama letter A. This is baby letter A. ഇത് mama letter A ആണ്. ഇത് baby letter A ആണ്. baby letter A കുഞ്ഞ്.
മമ്മ ലെറ്റർ ബിഗ് എ അല്ലേ? യേസ്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായോ എ എങ്ങനെയാണെന്ന്? എൻ്റെ വേർഡ്സ് ഒക്കെ ഏതാന്ന് മനസ്സിലായോ? ഇനി മിസ് എ എങ്ങനെ എഴുതാമെന്ന് കാണിച്ചു തരാം. പഠിക്കണം എല്ലാവർക്കും, പഠിക്കണം. എ എങ്ങനെ എഴുതണേ നമുക്ക് പഠിക്കാം. മിസ്സിൻ്റെ കയ്യിലൊരു ബോർഡുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. 4 lines are there in the board. 4 lines. ഈ 4 ലൈൻസിൽ നമ്മൾ എങ്ങനെയാ എഴുതും നോക്കാം. മമ്മ ലെറ്റർ എ. നമ്മൾ ഇന്നലെ സ്ലാൻഡിങ് ലൈന്, റൈറ്റ് സ്ലാൻഡിങ്, ലെഫ്റ്റ് സ്ലാൻഡിങ് പഠിച്ചു. ഓക്കെ, സോ നോക്കണേ. A slanting line from first to the third line. Then again a slanting line from first line to the third line. Then a sleeping line. So this is A. This is mama letter A. A slanting line to downwards. Again a slanting line and a sleeping line. So this is mama letter A. ഇനി ബേബി ലെറ്റർ എ എങ്ങനെയാണെന്ന് കാണണ്ടേ? ഈ 3 ലൈൻസിൻ്റെ ഇടയിലുള്ള 1 and 2 ലൈൻസിൽ എ കർവ്, ഒരു കർവ് വരച്ചു. ദെൻ സ്ലീപ്പിംഗ് ലൈൻ, ഒരു കർവും ഒരു സ്ലീപ്പിംഗ് ലൈനും വരയ്ക്കുമ്പോൾ മമ്മ ലെറ്റർ എ ആൻഡ് ബേബി ലെറ്റർ എ. മനസ്സിലായോ എങ്ങനെ എഴുതുന്നതെന്ന്? മനസ്സിലായോ? Yes, so this is mama letter A and baby letter A. Today we studied about alphabet A for apple, aeroplane, arrow, yes, and Adam. Yeah, A for yes. So we studied about A എങ്ങനെ എഴുതുന്നതെന്ന്. Yeah, a slanting line, 2 standing line and a sleeping line. പിന്നെ ബേബി ലെറ്റർ എ പഠിച്ചു. ഓക്കെ, ഇനി മിസ് നിങ്ങൾക്കൊരു വർക്ക്ഷീറ്റ് തരാം. ദിസ് ഇസ് ദ വർക്ക്ഷീറ്റ്. ഈ വർക്ക്ഷീറ്റിൽ നിങ്ങൾ എഴുതി പഠിക്കണം. ഹൗ വി വിൽ റൈറ്റ് ദിസ് എ. ഓക്കെ, എല്ലാവരും എഴുതിക്കൊണ്ട് വരുമോ? വീട്ടിലിരുന്ന് എഴുതുമോ? ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും എ എഴുതാൻ പഠിച്ചു. Good boys and good girls ആയി. Okay, so a big star to you. Big star to you, all of you. അപ്പോൾ നമുക്ക് നാളെ ലെറ്റർ ബി കാണാം. And then bye bye.